ഏവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് റൂത്തിനെ കുറിച്ചാണ്. റൂത്തിന് തീർച്ചയായും നല്ലൊരു മാതൃക ഈ സമൂഹത്തിന് നൽകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും അമ്മായിയമ്മ പോലും മരുമകൾ പോലും നടക്കുന്ന ഈ സമൂഹത്തിൽ റൂത്തിന് നല്ലൊരു മരുമകളെയും അമ്മായിയമ്മയും സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ റൂത്തിലേക്ക് നമുക്ക് പോവാം. യഹൂദ ദേശത്തെ ബത്ലഹേമിൽ വലിയൊരു ക്ഷാമം ഉണ്ടായപ്പോൾ അവിടെ താമസിക്കുന്നൊരു ഫാമിലി, ആ കുടുംബത്തിന്റെ പേരായിരുന്നു എലിമേലക്ക്. അതിൻ്റെ ഭാര്യയുടെ പേര് നവോമി. അവർക്ക് രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് കില്യാൻ എന്നും മറ്റൊരാളുടെ പേര് മഗ്ലോൻ എന്നുമായിരുന്നു. ഇവർ 4 പേരും ചേർന്ന് ഒബാമ ദേശത്ത് ചേക്കേറുകയും അവിടെ പരദേശികളെ താമസി വരികയും ചെയ്യുമ്പോൾ പെട്ടെന്ന് എലിമേലക്ക് മരണപ്പെടുകയും അങ്ങനെ നവോമി തൻ്റെ ആ മക്കൾക്ക് 2 മുബാബെ സ്ത്രീകളെ ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ താമസി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തനിക്ക് 2 ആൺമക്കൾ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ 3 പേരും വിധവകളായി തീരുകയാണ്. കാലക്രമേണ യഹോവയായ ദൈവം ഇസ്രായേലിനെ സന്ദർശിക്കുകയും അവർക്ക് സമർത്ഥമായ വിള നൽകുന്നു എന്ന് മനസ്സിലാക്കിയ നവോമി തിരികെ വരാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ 2 മരുമക്കളെയും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെന്ന് താമസിച്ചു കൊള്ളുവിൻ. എന്നാൽ ഓപ്പാർ വളരെ പ്രയാസപ്പെട്ട് അവൾ അമ്മായിയമ്മയെ ചുംബിച്ചുകൊണ്ട് തിരികെ പോയെങ്കിലും നല്ല റൂത്ത് തൻ്റെ അമ്മായിയമ്മയെ പിരിഞ്ഞു പോകാൻ അവൾ സമ്മതിച്ചില്ല. തൻ്റെ അമ്മായിയമ്മയുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കിയ റൂത്ത് തൻ്റെ അമ്മായിയൊപ്പം ചേർന്ന് നിന്നു. അവൾ അസന്ധിഗ്ധമായി പറഞ്ഞു, നീ മരിക്കുന്നത് മരിക്കാനും നീ ജീവിക്കുന്നത് ജീവിക്കാനും ഞാൻ തയ്യാറാണ്. എന്ത് കഷ്ടം അനുഭവിക്കാനും ഞാൻ റെഡിയാണ്. ഇങ്ങനെ പറയുന്ന മരുമക്കൾ ഈ സമൂഹത്തിൽ വളരെ കുറവാണ് പ്രിയരെ. റൂത്ത് നമുക്കൊരു വലിയൊരു മാതൃകയാണ്. അങ്ങനെ റൂത്തും നവോമി തിരികെ എത്തുകയും അങ്ങനെ താമസി വരികയും ചെയ്യുമ്പോൾ റൂത്ത് തൻ്റെ അമ്മായിയമ്മ നവോമിയോട് ചോദിക്കുകയാണ്, ഞാൻ വിളഭൂമിയിൽ പോയി കള പറക്കട്ടെ. അങ്ങനെ യഹോവയായ ദൈവം റൂത്തിനെ എലിമേലക്കിൻ്റെ ഒരു ബന്ധുവായ വളരെ സമ്പന്നനായ ബോവസ് എന്ന ആ സമ്പന്നൻ്റെ വിളഭൂമിയിൽ തന്നെ എത്തിക്കുകയും അങ്ങനെ ബോവസ് റൂത്തിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. റൂത്ത് നല്ലവളാണെന്നും അവൾ തൻ്റെ അമ്മായിയമ്മയെ കഷ്ടത്തിൽ തള്ളിക്കളഞ്ഞിരുന്നു, കൂടെ വന്നു നല്ലവണ്ണം ശുശ്രൂഷിച്ചതും ഒക്കെ അറിഞ്ഞിരുന്നു. അങ്ങനെ അവളുടെ നല്ല സ്വഭാവത്തിൽ ആകർഷനായ ബോവസ് അവളെ വീണ്ടെടുക്കുകയും അവളെ ഭാര്യയെ സ്വീകരിക്കുകയും അങ്ങനെ അവർക്കൊരു മകൻ ജനിക്കുന്നു, ഒബേദ്. ഒബേദിൻ്റെ മകൻ ഇഷായുടെ മകനായിരുന്നു ദാവീദ്. പ്രിയരെ, കള പറക്കാൻ പോയവളെ ദൈവം ആ കൃഷിഭൂമി തന്നെ അവൾക്ക് സ്വന്തമായി നൽകി. അതാണ് പ്രിയരെ നമ്മുടെ കർത്താവ്. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ, നമ്മുടെ ആലോചന വിചാരങ്ങളെ അറിയുന്നവൻ. അവൻ നമ്മുടെ സർവ്വം അറിഞ്ഞ് നാം ചോദിക്കുന്നതിന് അധികമായി നൽകുന്നവൻ. ഹല്ലേലൂയ. നീ ഒന്ന് ചോദിച്ചാൽ അതിസമൃദ്ധമായി നൽകുന്നവൻ. നീ എനിക്ക് മതിയെന്ന് പറയുന്നവരെ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവൻ. അതാണ് കർത്താവ്.